നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 PSC നടത്തിയ ഒരു ചോദ്യപേപ്പറാണ്. SERT പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയ ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ചന്ദ്രയാൻ 1ന്റെ പ്രോജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏത്? നീർവാർച്ചയുള്ള മണ്ണാണ്. നീർവാർച്ചയുള്ള മണ്ണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കു മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിക്ക് പറയുന്ന പേരെന്താ? ഫെർട്ടിഗേഷൻ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത്, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നാണ് തന്നിരിക്കുന്നത്. പെരിയാറാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ് 2023 വയലാർ അവാർഡിന് അർഹമായത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷമായി ആചരിക്കുന്നു. ചെറുധാന്യ വർഷം. അപ്പോൾ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്രിസ്മസ് പ്രമാണിച്ച് കോഴ്സ് എടുക്കുന്നവർക്ക് ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഡിസംബർ 24 25 രാത്രി മിഡ്നൈറ്റ്, അതായത് 12 മണി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഓഫർ എടുക്കാൻ സാധിക്കാത്തവർ ഇപ്പോഴുള്ള അവസരം പ്രയോജനപ്പെടുത്തിക്കോളാം. 2 ദിവസം മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാ കോഴ്സുകൾക്കും ഉണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് എടുത്തിട്ട് സാന്റ എന്ന കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് കോഴ്സായാലും ഫുൾ സിലബസ് കവറേജ്, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള പരീക്ഷയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമാണ് കവർ ചെയ്യുന്നത്. ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം എല്ലാ കോഴ്സിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇപ്പൊ തന്നെ എടുത്തോളൂ, അവസരങ്ങൾ പാഴാക്കരുത്. 2025 ഒരു സർക്കാർ ജോലി വാങ്ങി എടുക്കും എന്ന് ദൃഢനിശ്ചയത്തോടെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ആഘോഷങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും, പക്ഷേ പഠനം മുടക്കരുത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവസരങ്ങൾ പാഴാക്കരുത്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? പെരിയാറിന്റെ പോഷക നദികൾ മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, കട്ടപ്പനയാർ എന്നിവയാണ്. ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതവും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ല, ശെന്തുരുണി കൊല്ലം ജില്ല, കരിമ്പുഴ മലപ്പുറം ജില്ല, കൊട്ടിയൂർ കണ്ണൂർ ജില്ല. ഓക്കെ, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് സമ്മാനം ലഭിച്ചത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? പോത്തുകലാണ്. പോത്തുകൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാ? വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക.
പള്ളിവാസലും ചെങ്കുളവുമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്. ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സുന്ദർബൻ. സുന്ദർബൻ എന്താണ്? ഡെൽറ്റയാണ്. ഡെൽറ്റ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? COP28 കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്ര? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു? തിരൂർ ബേപ്പൂർ ആണ്. തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാല്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. കോമൺവെൽത്ത് രാജ്യങ്ങൾ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏത്? ഹരിതഗൃഹവാതകം പെടാത്തത് നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ജീവകം D. കണാരോഗമാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ലാണ്. നെല്ല്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് പറമ്പിക്കുളമാണ്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളല്ല വൃക്കകളും കരളും. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഇത് 3ഉം ശരിയാണ്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? കോഴിക്കോട് ജില്ലയിലാണ് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉറുമ്പുപൊടിയാണ്. ഉറുമ്പുപൊടി. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിക്ക് പറയുന്ന പേര് എയറോപോണിക്സ്. എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇത് രണ്ടുമാണ് ശരി. SCERT ഫാക്ട്സ് ആണ് ഇതൊക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്. ഇരുമ്പിന്റെ അയിര് ഏത്? ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിന്റെ അയിര്. കലാമിൻ സിങ്കിന്റെ അയിര്. കുപ്രൈറ്റ് കോപ്പറിന്റെ അയിര്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്താണ്? ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷയാണ്. ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് സ്പെയിൻ. സ്പെയിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏത്? വിസർജന അവയവം അല്ലാത്തത് ഹൃദയമാണ്. ഹൃദയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ്.
പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? എംഫിസീമ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. ശ്വാസകോശം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എൽസയാണ്. എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതാണ്. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏത്? അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ്. കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അറ്റ്ലസ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഫംഗസ് ആണ്. അറ്റ്ലസ് ഫുഡ് SCRT ഫാക്ട് ആണ്. ഫംഗൽ രോഗമാണ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? MS സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏത്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? BCG ആണ്. BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സയൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ SCRT പാഠഭാഗങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സയൻസിന് പ്രധാനമായി ഞാൻ എപ്പോഴും എല്ലാ ചോദ്യപേപ്പറും പറയുന്നത് പോലെ SCRT പാഠഭാഗങ്ങളെ തന്നെ ആശ്രയിച്ചാൽ മതിയാകും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്നും കൂടെ ക്രിസ്മസ് ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സ് എടുക്കുക, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഫീസിൽ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.